നമസ്കാരം. ഇന്ന് നമുക്ക് ശരീരശുദ്ധിയെക്കുറിച്ചൊന്ന് നോക്കാം. എല്ലാവരും പറയാറുണ്ട് കുളിച്ച് ശുദ്ധിയാകുക എന്ന്. അതൊരു സങ്കല്പം മാത്രമാണ്. കുളി ഒരിക്കലും ശരീരശുദ്ധിയല്ല. ശരീരത്തിൽ പറ്റിയിരിക്കുന്ന അഴുക്കുകളൊക്കെ കഴുകിക്കളയാൻ കുളി യുക്തമാണ്. പക്ഷേ ശരീരശുദ്ധി ഇതുകൊണ്ടാവുന്നില്ല. എല്ലാ മഹാന്മാർ പോലും പറയാറുണ്ട് ശരീരശുദ്ധി. ഇതൊരു വെറും സങ്കല്പം മാത്രമാണ്. കാരണം മനുഷ്യരുടെ ആരുടെയും തന്നെ ശരീരം ശുദ്ധമാവുന്നില്ല. കാരണം നമുക്ക് ഒരു ഉദാഹരണം തന്നെ നോക്കാം. നമ്മുടെ കടുകുമാങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കുപ്പിയിൽ അത് ഒരു കൊല്ലം വരെ കേടാകാതിരിക്കുമെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് കൈ തൊട്ടാൽ മതി, പിറ്റേ ദിവസം ഇത് അശുദ്ധമാവും. അതുപോലെയാണ് ചില കറികൾ രാവിലെ ഉണ്ടാക്കും. അത് നമ്മളൊന്ന് ഇളക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് കൈ തൊടുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അശുദ്ധമാവും എന്ന് പറയുന്ന പോലെ, ചീത്തയാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. പെട്ടെന്ന് അശുദ്ധമാകുന്ന ഒന്നാണ് നമ്മുടെ ശരീരം. പ്രകൃതിയിലെ ഒരു ജഡമാണ് നമ്മുടെ ശരീരം. ഈ ജഡത്തിൽ ആത്മാവ് അഥവാ ചൈതന്യം വരുമ്പോൾ മാത്രമേ ജീവനുള്ള ശരീരമാകുന്നുള്ളൂ. ഈ ജീവനുള്ള ശരീരത്തിൽ ശുദ്ധാശുദ്ധങ്ങൾ ഏറെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ശുദ്ധാശുദ്ധമായ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരം പെട്ടെന്ന്, നമുക്കറിയാമല്ലോ, രാവിലെ കുളിക്കുന്ന നമ്മൾ ഉച്ചയ്ക്ക് കുളിക്കാറുണ്ട്, വൈകിട്ട് കുളിക്കാറുണ്ട്, കിടക്കാറാകുമ്പം കുളിക്കാറുണ്ട്. എന്തിനാ? ശരീരം അശുദ്ധമാണെന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ വീണ്ടും വീണ്ടും കുളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുളികളിലൊന്നും ശരീരം ശുദ്ധമാകുന്നില്ല എന്ന് നമുക്ക് അവിടെ തന്നെ ബോധമാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജഡത്തിൽ ആത്മസ്വരൂപമായി അഥവാ ബ്രഹ്മാംശമായി ആത്മാവെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. ഈ ആത്മാവിനെ നമുക്ക് ശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ സൂക്ഷിച്ചു കഴിയുമ്പോൾ ആ ശരീരം ശുദ്ധമാണെന്ന് നമുക്ക് കരുതാം. അല്ലാതെ ഒരു ഗംഗാജലത്തിൽ കുളിച്ചതുകൊണ്ടോ ശരീരം മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതുകൊണ്ടോ ഭസ്മചന്ദനാദികൾ പൂശിയതുകൊണ്ടോ ഒന്നും ശരീരം ശുദ്ധമാകുകയുമില്ല. അതൊക്കെ വെറും ഒരു സങ്കല്പം മാത്രമാണ്. ശരിയായ ദേഹശുദ്ധി അഥവാ ശരീരശുദ്ധി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കണ്ടെത്തുകയാണ്. ഈ ആത്മാവിനെ കണ്ടെത്തിയിട്ട് ഒന്നെങ്കിൽ ആത്മാവിനെ കണ്ടെത്തുക എന്നതിലൂടെ നമ്മൾ ആത്മാവിനെ അറിയുന്നു. ആ അറിവിൽ ശരീരത്തിൽ അഴുക്കുപോലെ കൂടിയിട്ടുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത മത്സരാദികൾ നശിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ശുദ്ധിയാവും. അറിവ് നേടി ആത്മവിചാരം ചെയ്ത് അതിലൂടെ നിത്യവും നമുക്ക് ദേഹശുദ്ധി വരുത്താൻ കഴിയും. അതായത് നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ, മതലോഭ, മോഹ മത്സരാദികളെ ഇല്ലായ്മ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ദേഹശുദ്ധി. അതിനപ്പുറത്ത് കുളി തുടങ്ങിയ ശുദ്ധികർമ്മങ്ങളൊന്നും നമ്മുടെ ശരീരത്തെ വലിയ അഴുക്കുകളെ കഴുകിക്കളയാം എന്നുള്ളതല്ലാതെ ശരീരം ശുദ്ധമാകുന്നതിനുള്ള ഒരു ഉപാധിയല്ല. എന്ന് വെച്ചാൽ മനുഷ്യ ശരീരം ഒരിക്കലും ശുദ്ധമല്ലെന്ന് സാരം. ശുദ്ധമാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് ആത്മശുദ്ധി വരുത്തിയാൽ ആ ആത്മാവിരിക്കുന്ന ശരീരത്തെയും ശുദ്ധമാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത്രമാത്രം. ഇതിനുപരി ഒരു ശരീരശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അത് അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.